ഗവർണർക്കെതിരെ പ്രതിഷേധം ശക്തമാക്കിയ എസ്എഫ്ഐ. തിരുവനന്തപുരത്തെത്തിയ ഗവർണർക്കെതിരെയും വ്യാപക പ്രതിഷേധം. രാജ്ഭവന് മുന്നിൽ സുരക്ഷ ശക്തമാക്കി. ഷീജയുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ഷീജ, ഒരു തരത്തിലും എസ്എഫ്ഐ പിന്നോട്ടില്ല. ഗവർണർ ഏതൊക്കെ തരത്തിലുള്ള നാടകം കളിച്ചാലും പ്രതിഷേധിക്കുമെന്ന നിലപാടിൽ തന്നെ എസ്എഫ്ഐ ഉറച്ചു നിൽക്കുന്നു. ഗവർണർക്ക് ഇപ്പോൾ Z+ സുരക്ഷയുണ്ട് എങ്കിൽ പോലും എസ്എഫ്ഐ പ്രതിഷേധിക്കാൻ ഒരുങ്ങുന്നു. ഇതൊക്കെയാണ് അവിടുത്തെ സാഹചര്യം. ഗവർണർ ഇപ്പോഴൊരു പരിപാടിയിലാണ്. അവിടുത്തെ സ്ഥിതിയൊക്കെ എങ്ങനെയാണ്? തീർച്ചയായും ഏതായാലും SFI പ്രവർത്തകർ സ്വീകരിച്ചിരിക്കുന്ന നിലപാടെന്ന് പറയുന്നത് ചാൻസലർ ആയിട്ടുള്ള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ലാത്ത നടപടി തന്നെ ഉണ്ടാകും. അതിപ്പോൾ എത്ര വലിയ കേസെടുത്താലും ആ പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ളതാണ് SFI പ്രവർത്തകർ വ്യക്തമാക്കുന്നത്. അത് തന്നെയാണ് SFIയുടെ സംസ്ഥാന സെക്രട്ടറി PM ഷോയും അല്പസമയം മുമ്പ് വ്യക്തമാക്കിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതായാലും ഗവർണറുടെ പരിപാടി ഔദ്യോഗിക പരിപാടികളിൽ ആ പോകുന്ന വഴിയിലൊക്കെ പ്രതിഷേധിക്കാൻ ഉള്ളൊരു തീരുമാനം തന്നെയാണ് SFI പ്രവർത്തകർ കൈക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ തിരുവനന്തപുരം തൈക്കാട് ഗസ്റ്റ് ഹൗസിലാണ് ഗവർണർ ഉള്ളത്. ഈ പരിപാടിയിലേക്ക് പങ്കെടുക്കുവാൻ വേണ്ടി രാജ്ഭവനിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള വഴിയിൽ SFI പ്രവർത്തകർ പ്രതിഷേധിച്ചിരുന്നു, കരിങ്കൊടി കാണിച്ചിരുന്നു. കരിങ്കൊടി കാണിച്ച പ്രവർത്തകരെ എല്ലാവരെയും പോലീസ് അവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു പരിപാടിക്ക് ശേഷം 5 മണിക്ക് ഗവർണർക്ക് അടുത്ത പരിപാടിയിൽ ഗവർണർ പങ്കെടുക്കുന്നതാണ്. തിരുവനന്തപുരത്തെ മാസ്കറ്റ് ഹോട്ടലിലാണ് ആ പരിപാടി നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. അതിനുശേഷം നേരെ ആഭ്യന്തര വിമാനത്താവളത്തിലേക്ക് പോകും. അവിടെ നിന്നും മംഗളൂരിലേക്ക് പോവുക. അതാണ് നിലവിലിപ്പോൾ ഇന്നത്തെ ഗവർണറുടെ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഏതായാലും ഇന്നിപ്പോൾ നിലമേലിൽ ഉണ്ടായ ഒരു സാഹചര്യം, പ്രത്യേകിച്ചും അവിടെ നമ്മൾ കൃത്യമായ രീതിയിൽ ദൃശ്യങ്ങൾ തന്നെ അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. SFI പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് നല്ല പ്രകോപനമുണ്ടായത്. ഗവർണറാണ് വാഹനം നടു റോഡിൽ നിർത്തിയതിനു ശേഷം ഈ SFI പ്രവർത്തകരുടെ അടുത്തേക്ക് പോകുന്നതും അവർക്കെതിരെ ആക്രോശിക്കുകയും ചെയ്യുന്നത്. തുടർന്ന് അവിടെ ഒരു കടയ്ക്ക് സമീപം അവിടെ ഇരുന്നും പ്രതിഷേധിക്കുന്നു. അവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് FIR കണ്ടാൽ മാത്രമേ ഇവിടെ നിന്നും എഴുന്നേൽക്കുകയുള്ളൂ എന്ന തരത്തിലൊക്കെ തീർത്തും അസാധാരണമായ നടപടി അതാണ് ഗവർണറുടെ ഭാഗത്ത് നിന്നും ഉണ്ടായതെന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഒപ്പം തന്നെ ഗവർണറുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഉള്ള അസാധാരണ നടപടി ഉണ്ടാകുന്നത് ഇതാദ്യമല്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. കാരണം ഈ സർവകലാശാല സെനറ്റിലേക്കുള്ള നോമിനേഷനുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ SFI പ്രവർത്തകർ ഗവർണർക്കെതിരെ, അതായത് ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധം ആരംഭിക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ തന്നെ തിരുവനന്തപുരത്ത് പേട്ടയിലും സമാനമായ സംഭവം അന്ന് ഗവർണറുടെ ഭാഗത്തു നിന്നുമുണ്ടായി. വാഹനത്തിൽ നിന്നും പുറത്തേക്കിറങ്ങി പ്രതിഷേധിച്ച് SFI പ്രവർത്തകർക്ക് നേരെ ആക്രോശിക്കുന്ന ഒരു നടപടി അത് തന്നെയാണ് ഇന്ന് വീണ്ടും ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ളത് ാണ് എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ സുരക്ഷ ഈ ഒരു സംഭവം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അടക്കം ടെലിഫോണിൽ ഗവർണർ ബന്ധപ്പെടുകയും ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സുരക്ഷ Z+ കാറ്റഗറിയിലേക്ക് ഉയർത്തിയിരിക്കുന്നത്. പക്ഷേ സുരക്ഷ ഏത് രീതിയിൽ വർദ്ധിപ്പിച്ചാലും തങ്ങളുടെ പ്രതിഷേധത്തിൽ ഒരു തരത്തിലുള്ള അയവ് വരുത്താനും തീരുമാനിച്ചിട്ടില്ല. പ്രതിഷേധം ശക്തമായ രീതിയിൽ തന്നെ തുടരും എന്നാണ് SFI പ്രവർത്തകരും വ്യക്തമാക്കുന്നത്. സുരക്ഷ ഇപ്പോൾ ഗവർണർക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു. ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ സുരക്ഷയാണ് ഈ Z+ സുരക്ഷ എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ എങ്ങനെയാണ്? എന്താണ് ഈ സുരക്ഷയുടെ മറ്റ് ക്രമീകരണങ്ങളൊക്കെ ഏത് തരത്തിലാണ്? തീർച്ചയായും കീർത്തി, ഏതായാലും ഇന്നത്തെ ഈ ഒരു നിലമേൽ സംഭവത്തിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് പ്രത്യേകിച്ചും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഗവർണറുടെ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. Z-ൽ നിന്നും Z+ കാറ്റഗറിയിലേക്ക് ഇപ്പോൾ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. 55 സേനാ വിഭാഗങ്ങളിൽ 10 പേർ ഇതിൽ NST കമാൻഡോകളായിരിക്കും. ഇനി മുതൽ ഈ രീതിയിൽ ഗവർണറുടെ പരിപാടികൾക്ക് സുരക്ഷയൊരുക്കുക, അതാണ് ഈ Z+ കാറ്റഗറിയിലേക്ക് സുരക്ഷ മാറുമ്പോൾ ഉണ്ടാകുന്ന മാറ്റമെന്ന് പറയുന്നത്. ഏതായാലും ആ രീതിയിൽ മാറ്റം വരുമ്പോൾ വലിയ തോതിൽ സംസ്ഥാനത്തെ ഗതാഗതത്തെ അത് സാരമായി ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നുള്ളതിൽ സംശയമില്ല. ആ രീതിയിൽ ഓരോ പരിപാടികൾക്കും പോകുന്നതനുസരിച്ച് ഗവർണറുടെ പാതയിൽ ആ രീതിയിൽ സുരക്ഷയിലും മാറ്റം വരുത്തുന്നതായിരിക്കും. നിലവിൽ ഏതായാലും സംസ്ഥാനത്ത് സുരക്ഷയിൽ ഒരു തരത്തിലുള്ള കുറവും സംസ്ഥാന സർക്കാർ വരുത്തിയിരുന്നില്ല. കാരണം SFI പ്രവർത്തകർ ഈ ഒരു പ്രതിഷേധം തീരുമാനിച്ചപ്പോൾ തന്നെ ഗവർണറുടെ പരിപാടികൾക്ക് കൃത്യമായ രീതിയിലുള്ള സുരക്ഷ സംസ്ഥാന സർക്കാർ ഒരുക്കിയിരുന്നു. പക്ഷേ ഗവർണറുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്ന പ്രോട്ടോകോൾ ലംഘനങ്ങൾ തന്നെയായിരുന്നു സംസ്ഥാനത്ത് പലയിടങ്ങളിലും ക്രമസമാധാന പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതും. കീർത്തി, കൂടുതൽ വിവരങ്ങൾ